പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 7, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JD's കറണ്ട് അഫേഴ്സ്. നമുക്ക് ഇന്നത്തെ ന്യൂസ് ഹെഡിങ്ങിലേക്ക് പോകാം. KM മാണി ലീഗൽ എക്സലൻസ് അവാർഡ്. KM മാണി ലീഗൽ എക്സലൻസ് അവാർഡ് ഇന്നലെയായിരുന്നു ഈ ചടങ്ങ്. KM മാണി മുൻ മന്ത്രിയും അതുപോലെ MLAയുമായിരുന്ന KM മാണി അദ്ദേഹത്തിൻ്റെ പേരിൽ നൽകുന്ന ഒരു അവാർഡ് ആണ് ലീഗൽ എക്സലൻസ് അവാർഡ്. ഇന്നലെയായിരുന്നു ആ അവാർഡ് നൽകിയിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മാർച്ച് 7 കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിൽ നിന്നും KM മാണി ലീഗൽ എക്സലൻസ് അവാർഡ് ആർക്കാണ് ലഭിച്ചത്? K. ഗോപാലകൃഷ്ണകുറുപ്പ്. മാർച്ച് 6 KM മാണി ലീഗൽ എക്സലൻസ് അവാർഡ് നൽകിയിട്ടുള്ളത്. ഈ അവാർഡ് നൽകിയിട്ടുള്ളത് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ആയിട്ടുള്ള രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ്. ഈയടുത്താണ് അദ്ദേഹം കേരളത്തിൻ്റെ ഗവർണർ ആയിട്ടുള്ളത്. ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു കേരളത്തിൻ്റെ ഗവർണർ. അദ്ദേഹം ബീഹാറിലെ ഗവർണർ ആയിട്ട് ചുമതലയേറ്റെടുത്തു. ബീഹാറിലുള്ള ഗവർണർ ആയിരുന്നു ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. അദ്ദേഹമാണ് കേരളത്തിൽ വന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ കേരളത്തിൻ്റെ ഗവർണർ ആണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? K. ഗോപാലകൃഷ്ണകുറുപ്പ്. K. ഗോപാലകൃഷ്ണകുറുപ്പ് അദ്ദേഹമാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ. അതായത് ഒരു സ്റ്റേറ്റിലെ ലീഗൽ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഒഫീഷ്യൽ പോസ്റ്റ് ആണ് അഡ്വക്കേറ്റ് ജനറൽ. ഈ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ് K. ഗോപാലകൃഷ്ണകുറുപ്പ്. അദ്ദേഹത്തിനാണ് ഇന്നലെ മാർച്ച് 6 KM മാണി ലീഗൽ എക്സലൻസ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഒരു സംസ്ഥാനത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറലിനെ ആരാണ് നിയമിക്കുന്നത്? ഗവർണർ ഓഫ് എ സ്റ്റേറ്റ്. ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണർ. ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോസ്റ്റ് ആണ് ലീഗൽ ആയി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ജനറൽ. അദ്ദേഹത്തെ നിയമിക്കുന്ന വ്യക്തിയാണ് ഗവർണർ ഓഫ് എ സ്റ്റേറ്റ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: സാഹിത്യ അക്കാദമി ഓർഗനൈസ് ദി ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് 2025. സാഹിത്യ അക്കാദമി ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് 2025 സംഘടിപ്പിച്ചു. ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് എവിടെയാണ്? എന്നാണ് ഈ ഒരു ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിട്ടുള്ളത്? നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മാർച്ച് 7 മുതൽ മാർച്ച് 12 വരെ ന്യൂഡൽഹിയിലെ രവീന്ദ്ര ഭവനിൽ വാർഷിക അക്ഷരോത്സവം ഏത് മന്ത്രാലയമാണ് സംഘടിപ്പിക്കുക? മിനിസ്ട്രി ഓഫ് കൾച്ചർ. മിനിസ്ട്രി ഓഫ് കൾച്ചർ ആണ് ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ്, അതായത് അക്ഷരോത്സവം ഇത് സംഘടിപ്പിക്കുന്നത് മാർച്ച് 7, അതായത് ഇന്ന് മുതലാണ് മാർച്ച് 12 വരെ. ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് ന്യൂഡൽഹിയിലാണ്. ഏതാണ്ട് 500ഓളം ഹൈ ലെവലിലുള്ള ലിറ്ററേച്ചർ ആയി ബന്ധപ്പെട്ട സാഹിത്യവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ വരുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് ആനുവൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഫെസ്റ്റിവൽ മിനിസ്ട്രി ഓഫ് കൾച്ചറിന് കീഴിൽ വരുന്ന ഒന്നാണ്. 2025 മാർച്ചിൽ 23 ഭാഷകളിലുള്ള സാഹിത്യ അക്കാദമി അവാർഡുകൾ ഏത് അവസരത്തിലാണ് സമ്മാനിക്കുക? 2025 ലെറ്റേഴ്സ് ഫെസ്റ്റിവൽ. ഇന്ന് ആരംഭിക്കുന്ന ലെറ്റേഴ്സ് ഓഫ് ഫെസ്റ്റിവൽ അക്ഷരോത്സവം ഇവിടെ വെച്ചായിരിക്കും സാഹിത്യ അക്കാദമി അവാർഡ്സ് നൽകുക. 23 ലാംഗ്വേജിലാണ് സാഹിത്യ അക്കാദമി അവാർഡ്സ് നൽകുന്നത്. ഇതെല്ലാം വരുന്നത് മിനിസ്ട്രി ഓഫ് കൾച്ചറിൻ്റെ അണ്ടറിൽ വരുന്ന പ്രോഗ്രാംസ് ആണ്. സാഹിത്യ അക്കാദമി അവാർഡ്സ് 23 ലാംഗ്വേജിലാണ് എല്ലാ വർഷവും നൽകി വരുന്നത്. 2025 മാർച്ച് 7 മുതൽ മാർച്ച് 12 വരെ ന്യൂഡൽഹിയിലെ രവീന്ദ്ര ഭവനിൽ നടക്കുന്ന വാർഷിക അക്ഷരോത്സവത്തിൻ്റെ ആരായിരിക്കും മുഖ്യാതിഥി? പ്രമുഖ എഴുത്തുകാരനും പണ്ഡിതനുമായ ശ്രീ ഉപമന്യു ചാറ്റർജി. ഇന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന വളരെ പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ ഉപമന്യു ചാറ്റർജി. ഇദ്ദേഹമായിരിക്കുള്ളൂ വരാൻ പോകുന്ന, അതായത് ഇന്ന് ആരംഭിക്കുന്ന ലെറ്റേഴ്സ് ഓഫ് ഫെസ്റ്റിവൽ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നടത്തുക. 2025 മാർച്ച് 7 മുതൽ മാർച്ച് 12 വരെ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ സാഹിത്യോത്സവം ഏതാണ്? ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് 2025. ഏഷ്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ഫെസ്റ്റിവൽ എന്ന് പറയാൻ പറ്റും ഇപ്പോൾ നടക്കാൻ പോകുന്ന ഇന്ന് നടക്കുന്ന ലെറ്റേഴ്സ് ഓഫ് ഫെസ്റ്റിവൽ. മാർച്ച് 7 മുതൽ മാർച്ച് 12 വരെയാണ് ലെറ്റേഴ്സ് ഓഫ് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ അക്ഷരോത്സവം എന്ന് പറയുന്ന ഈ ഒരു ഉത്സവം, ഈ ഒരു കോൺഫറൻസ് ആരംഭിക്കുന്നത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഗോവിന്ദ്ഗഡ് റോപ്പ് വേ പ്രൊജക്ട് ക്യാബിനറ്റ് അപ്രൂവ്സ് അണ്ടർ പർവത്മല പരിയോജന. ഗോവിന്ദ്ഗഡ് റോപ്പ് വേ പദ്ധതി പർവത്മല പരിയോജന പ്രകാരം ക്യാബിനറ്റ് അംഗീകാരം നൽകി. എവിടെയാണ് ഗോവിന്ദ്ഗഡ് പ്രൊജക്ട്? അതുപോലെ തന്നെ എത്ര അടി ഉയരത്തിലാണ് ഈ ഒരു പുതിയ റോപ്പ് വേ വരാൻ പോകുന്നത്? നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏത് യോജനയുടെ കീഴിലാണ് 2025 മാർച്ച് 5 കേന്ദ്ര മന്ത്രിസഭ
ഉത്തരാഖണ്ഡിലെ 2 പ്രധാന റോപ്പ് വേ പദ്ധതികൾ അംഗീകാരം നൽകിയത് പർവത്മല പരിയോജന. ഉത്തരാഖണ്ഡിലാണ് 2 വളരെ പ്രധാനപ്പെട്ട റോപ്പ് വേ വരാൻ പോകുന്നത്. ഈ റോപ്പ് വേ 15,000 അടി ഉയരത്തിലാണ് ഈ വരാൻ പോകുന്ന 2 റോപ്പ് വേ. അതായത് ഏറ്റവും ഉയരത്തിലുള്ള, ഇന്ന് ഇന്ത്യയിലെ തന്നെ പറയുമ്പോൾ ഏറ്റവും ഉയരത്തിലുള്ള ഒരു റോപ്പ് വേ ആയിരിക്കും വരാൻ പോകുന്ന ഈ 2 റോപ്പ് വേകൾ. അടുത്തിടെ ഗോവിന്ദ്ഗഡ്, ഹേമകുണ്ട് സാഹിബ്, സോൻപ്രയാഗ്, കേദർനാഥ് എന്നീ റോപ്പ് വേ പദ്ധതിക്ക് അംഗീകാരം നൽകിയത് ഏത് സംസ്ഥാനമാണ്? ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിൽ വരാൻ പോകുന്ന 2 റോപ്പ് വേ ആണ് ഗോവിന്ദ്ഗഡ്, ഹേമകുണ്ട് സാഹിബ്. മറ്റൊന്ന് സോൻപ്രയാഗ്, കേദർനാഥ് എന്ന് പറയുന്ന രണ്ട് റോപ്പ് വേ. ഇതിനാണ് ഇപ്പോൾ ക്യാബിനറ്റ് ഇപ്പോൾ അംഗീകാരം നൽകിയിട്ടുള്ളത്. ഏതാണ്ട് 6,811 കോടി രൂപയുടെ ഒരു വലിയൊരു പ്രൊജക്റ്റ് ആണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അതായത് ഗോവിന്ദ്ഗഡ്, ഹേമകുണ്ട് സാഹിബ് എന്ന് പറയുന്ന റോപ്പ് വേ 12.4 കിലോമീറ്ററും മറ്റൊന്ന് സോൻപ്രയാഗ് ടു കേദർനാഥ് എന്ന് പറയുന്ന റോപ്പ് വേക്ക് 12.9 കിലോമീറ്റർ എന്ന രീതിയിലുള്ള 2 വളരെ പ്രധാനപ്പെട്ട പ്രൊജക്ട്സ് ആണ് വരാൻ പോകുന്നത്. ഇതിന് യൂണിയൻ ക്യാബിനറ്റ് കഴിഞ്ഞ ബുധനാഴ്ച, അതായത് മാർച്ച് 5-ാം തീയതി അപ്രൂവൽ നൽകി കഴിഞ്ഞിരിക്കുന്നു. 6,811 കോടി രൂപയുടെ ഒരു വലിയൊരു പ്രൊജക്റ്റ് ആണ് വരാൻ പോകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോപ്പ് വേ ഏതാണ്? സിക്കിമിലെ ബലേതുംഗ റോപ്പ് വേ. ഇന്നിപ്പോൾ ഇന്ത്യയിലുള്ള ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള റോപ്പ് വേ എന്ന് പറയുമ്പോൾ അത് ബലിതുംഗ റോപ്പ് വേ ആണ്. ഏതാണ്ട് 3.5 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. 9,918 അടി മുകളിലൂടെ പോകുന്ന ഒരു റോപ്പ് വേ ആണ് സിക്കിമിലെ ബലിതുംഗ എന്ന് പറയുന്ന ഈ റോപ്പ് വേ. ഇത് സിക്കിമിലെ ഡാപ്ര എന്ന സ്ഥലം മുതൽ നമാച്ചിലെ ബലിതുംഗ എന്ന പ്രദേശത്തെ കണക്ട് ചെയ്യുന്ന റോപ്പ് വേ ആണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് വിവിധ കാ അമൃത് മഹോത്സവ്. വിവിധ കാ അമൃത് മഹോത്സവ് ഇത് ആരംഭിച്ചു. ഇതെവിടെയാണ് ആരംഭിച്ചിട്ടുള്ളത്? എന്താണ് ഈ മഹോത്സവത്തിന്റെ പ്രാധാന്യം? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. വിവിധ് കാ അമൃത് മഹോത്സവ് 2025 മാർച്ച് 6 മുതൽ മാർച്ച് 9 വരെ എവിടെയാണ് നടത്തിയത്? രാഷ്ട്രപതി ഭവൻ. ഇന്നലെ മാർച്ച് 6-ാം തീയതി ആരംഭിച്ചിട്ടുള്ള ഒരു മഹോത്സവ് ആണ് വിവിധ് കാ അമൃത് മഹോത്സവ്. ഇത് ആരംഭിച്ചിട്ടുള്ളത് രാഷ്ട്രപതി ഭവനിലാണ്. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഒരു മഹോത്സവം എന്ന് പറയാൻ പറ്റും വിവിധ് കാ അമൃത് മഹോത്സവ്. ഇത് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യയിലെ സാരീസ്, ടെക്സ്റ്റൈൽസ് ബന്ധപ്പെട്ട ഒരു മഹോത്സവമാണ്. വിവിധ് കാ അമൃത് മഹോത്സവ് പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ഷണിക്കപ്പെട്ട പ്രശസ്ത ധർമ്മവാരം സിൽക്ക് സാരി ഡിസൈനർ ആരാണ്? ജെ നാഗരാജു. ആന്ധ്രാപ്രദേശിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ് ധർമ്മവാരം. ഇന്ന് ഇന്ത്യയിൽ പറയുമ്പോൾ തന്നെ ജെ നാഗരാജു അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സാരി ഡിസൈനറാണ്. അദ്ദേഹമാണ് വിവിധ് കാ അമൃത് മഹോത്സവ് എന്ന പരിപാടിയിൽ ക്ഷണിക്കപ്പെട്ട അതിഥി. ചരിത്ര സംഭവങ്ങൾ തന്റെ പ്രശംസ നേടിയ സാരി ഡിസൈനുകളിൽ ചേർത്ത പ്രശസ്ത ധർമ്മവാരം സിൽക്ക് സാരി ഡിസൈനറുടെ പേര് ജെ നാഗരാജു. ജെ നാഗരാജു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കഴിവെന്ന് പറയുമ്പോൾ ഇന്ന് ഇന്ത്യയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള സംഭവങ്ങൾ ഇതെല്ലാം തന്നെ സാരിയിലൂടെ അദ്ദേഹത്തിന്റെ ആ കഴിവ് എടുത്ത് പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള മഹത് വ്യക്തിയാണ് ജെ നാഗരാജു. 2025 വിവിധ് കാ അമൃത് മഹോത്സവത്തിന്റെ 2-ാം പതിപ്പിന്റെ ലക്ഷ്യം എന്താണ്? ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തെ ഒന്നിലധികം പ്രാദേശിക പതിപ്പുകളിലൂടെ ആഘോഷിക്കുക. ഈ ഒരു മഹോത്സവത്തിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ സാംസ്കാരിക വൈവിധ്യം ഇതിനെ എടുത്തു കാണിക്കുക എന്നതാണ്. ഓരോ പ്രദേശങ്ങളിലെ സാംസ്കാരിക വൈവിധ്യം, ആ ഒരു സംഭവത്തെ എടുത്തു കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയൊരു പ്രോഗ്രാം ആണ്, വലിയൊരു മഹോത്സവം ആണ് നടക്കുന്നത് രാഷ്ട്രപതി ഭവനിൽ. വിവിധ് കാ അമൃത് മഹോത്സവ് എത്ര പതിപ്പുകളിലായി തിരിച്ചിരിക്കുന്നു? വ്യത്യസ്ത പ്രദേശങ്ങളിലെ കേന്ദ്രീകരിച്ചുള്ള 7 പതിപ്പുകൾ. വിവിധ് കാ അമൃത് മഹോത്സവത്തിന്റെ 2-ാമത്തെ എഡിഷൻ ആണ്, 2-ാമത്തെ പതിപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സൗത്ത് ഇന്ത്യയാണ്. സൗത്ത് ഇന്ത്യയിലെ ഓരോ പ്രദേശങ്ങളിലും ആ സംസ്കാരത്തെ എടുത്തു കാണിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളും അതുപോലെ സാരീസിലുള്ള കാര്യങ്ങളും ഇവയെല്ലാം എടുത്തു കാണിക്കുന്ന ഒന്നാണ് ഇപ്പോൾ അമൃത് മഹോത്സവ്, വിവിധ് കാ അമൃത് മഹോത്സവ്. ഇത് 7 ഡിവിഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നോർത്ത്, സൗത്ത്, സെൻട്രൽ എന്നിങ്ങനെ ആ പ്രദേശങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് വിവിധ് കാ അമൃത് മഹോത്സവ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് ആണ് വിന്റർ ടൂറിസം പ്രോഗ്രാം. വിന്റർ ടൂറിസം പ്രോഗ്രാം ഇപ്പോൾ ശൈത്യകാല ടൂറിസം പ്രോഗ്രാം ആരംഭിച്ചിരിക്കുകയാണ്. എവിടെയാണ് ഈ പ്രോഗ്രാം ആരംഭിച്ചിട്ടുള്ളത്? ഏത് സർക്കാരാണ് വിന്റർ ടൂറിസം പരിപാടി ആരംഭിച്ചത്? ഉത്തരാഖണ്ഡ് സർക്കാർ. 2025 വിന്റർ ടൂറിസം പ്രോഗ്രാം ആരംഭിച്ചിരിക്കുകയാണ്. ഇത് ഉത്തരാഖണ്ഡ് ഗവൺമെന്റ് ആണ് വിന്റർ ടൂറിസം പ്രോഗ്രാം ഇത് ആരംഭിച്ചിട്ടുള്ളത്.
2025 വിന്റർ ടൂറിസം പ്രോഗ്രാം ഉത്തരാഖണ്ഡിലെ ഏത് സ്ഥലത്താണ് നടക്കുന്നത്? ഹർസിൽ. ഇന്ന് ഉത്തരാഖണ്ഡിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഹർസിൽ. ഹർസിൽ എന്ന പ്രദേശത്താണ് വിന്റർ ടൂറിസം പ്രോഗ്രാം. ഇതൊരു ഹിൽ സ്റ്റേഷൻ ആണ്. ഇവിടെയാണ് വിന്റർ ടൂറിസം പ്രോഗ്രാം ഉത്തരാഖണ്ഡ് സർക്കാർ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഉത്തരാഖണ്ഡ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ദേവഭൂമി. കേരളത്തെ അറിയപ്പെടുന്നത് ഗോഡ്സ് ഓഫ് കൺട്രി എന്ന പേരിലാണ്. എന്നാൽ ഉത്തരാഖണ്ഡ് അറിയപ്പെടുന്നത് ദേവഭൂമി എന്ന പേരിലാണ്. നമ്മളിന്ന് 5 കറണ്ട് അഫേഴ്സ്, അതുമായി ബന്ധപ്പെട്ട് കുറേ GK എന്നിവയാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കുറേ കാര്യങ്ങൾ നമ്മൾ അറിയുന്തോറും നമുക്ക് ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് എപ്പോഴും നമ്മൾ സമയം ചെലവഴിച്ചാൽ മാത്രമേ നമുക്കത് വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ലേഡീസ് കറണ്ട് അഫേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.